അസ്സലാമു അലൈക്കും. സൂറത്ത് ഖസസ് 28ാമത്തെ സൂറത്താണിത്. ഈ ഒരു സൂറത്ത് ഓതിയാൽ നമുക്ക് എത്രത്തോളം പ്രതിഫലം കിട്ടും എന്നാണ് ഈ വീഡിയോയിൽ പറയാനുള്ളത്. ഒരുപാട് പ്രയാസപ്പെട്ട് വിഷമങ്ങളിലൂടെ കഴിഞ്ഞു പോകുന്ന വിഷമിച്ചു കഴിയുന്ന ആളുകൾ ഈ ഒരു സൂറത്തിനെ നിത്യേന പതിവാക്കി ഓതിയാൽ വളരെ പ്രയോജനം കിട്ടുന്നതായിരിക്കും. അതുപോലെ നെഞ്ചുവേദന, വയറുവേദന ഇവക്കൊക്കെ ഈ ഒരു സൂറത്ത് എഴുതി മഴവെള്ളത്തിൽ മായ്ച്ചു കുടിച്ചാലും വേദന മാറുന്നതായിരിക്കും. അതുപോലെ തന്നെ ശത്രുവിൻ്റെ ബുദ്ധിമുട്ടിൽ നിന്നും നമുക്കൊന്ന് രക്ഷപ്പെടണം എന്നുണ്ടെങ്കിൽ ഈ ഒരു സൂറത്തിലെ 23, 24, 25 എന്നീ ആയത്തുകൾ തുടർച്ചയായിട്ട് ഓതുകയാണെങ്കിൽ ഒരു ശത്രുവിൻ്റെ ഉപദ്രവങ്ങളിൽ നിന്നും നമുക്ക് രക്ഷപ്പെടാൻ കഴിയും. ഒരു ശത്രുത നമുക്ക് ഏൽക്കുകയുമില്ല. അതുപോലെ ക്ലാസ്സുകളിൽ നിന്ന് അധ്യാപകർ പഠിപ്പിക്കുമ്പോൾ മക്കൾക്കത് മനസ്സിലാക്കിയെടുക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ കേൾക്കുന്ന സമയത്ത് അത് പെട്ടെന്ന് ഗ്രഹിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു സൂറത്തിൽ 51, 52, 53, 54, 55 എന്നീ ആയത്തുകൾ വളരെ ഉത്തമമാണ്. അത് ദിവസേന ഓതിയാലും അതുപോലെ തന്നെ വെള്ളത്തിൽ ഓതിയതിന് ശേഷം മന്ത്രിച്ച് അവർക്ക് കുടിക്കാൻ കൊടുത്താലും വളരെ ഉത്തമമായ ഒരു കാര്യമാണ്. പെട്ടെന്ന് അവർക്ക് മനസ്സിലാക്കിയെടുക്കാനും പറ്റും. അതുപോലെ തന്നെ മറ്റൊരു പ്രതിവിധിയാണ് 3 ദിവസം നോമ്പിരുന്ന് ഒരു കണ്ണാടി പാത്രത്തിന്മേൽ ഈ ആയത്തുകളെ എഴുതിയതിനു ശേഷം മഴവെള്ളത്തിൽ മായ്ച്ചിട്ട് ആ വെള്ളം കുട്ടികൾക്ക് കുടിക്കാൻ കൊടുക്കുകയാണെങ്കിലും അവർക്ക് പെട്ടെന്ന് മനസ്സിലാക്കിയെടുക്കാൻ ഓർമ്മശക്തി കൂടുന്നതായിരിക്കും. പിന്നെയുള്ളത് അധികാരികളുടെ കാര്യത്തിൽ, അതായത് നമ്മളൊരു കാര്യം എന്തെങ്കിലും സാധിച്ചു കിട്ടാൻ വേണ്ടി, ഇപ്പോൾ ഒരു ജോലിയുടെ ആവശ്യം കിട്ടാനാണെങ്കിലും ബാങ്ക് ഉദ്യോഗസ്ഥരുടെ അടുത്ത് പോവുകയാണെങ്കിലും അല്ലെങ്കിൽ നമ്മുടെ വീടിൻ്റെ മറ്റ് പേപ്പറുകൾ ശരിയാക്കാൻ പഞ്ചായത്തിലോ അല്ലെങ്കിൽ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പോയിട്ട് മെമ്പർമാരെയോ കൗൺസിലർമാരെയോ അങ്ങനെയുള്ള അധികാരികളുടെ അടുത്ത് നമുക്ക് എന്തെങ്കിലും കാര്യം സാധിച്ചെടുക്കണം എന്നുണ്ടെങ്കിൽ ഈ ഒരു സൂറത്തിൽ 68, 69, 70 എന്നീ ആയത്തുകൾ തുടർച്ചയായിട്ട് ഓതുക. അല്ലെങ്കിൽ ഈ ആയത്തുകൾ എഴുതി കൈവശം വെച്ചുകൊണ്ട് അവരുടെ പക്കൽ നമ്മൾ പോകുകയാണെങ്കിൽ നമ്മുടെ കാര്യങ്ങൾ എളുപ്പമായി തീരുകയും ചെയ്യും. ഇൻഷാ അല്ലാഹ് ഈ ഒരു സൂറത്തിലെ ഖുർആനിക ചികിത്സാ രഹസ്യങ്ങളെ പറ്റിയാണ് ഈ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളത്. എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റിൽ അറിയിക്കുക.